ശ്രീഹരീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പ്രിയവ്രതപുത്രനാകും മത്നിദ്രൻ്റെ മകൻ നാഭി പ്രിയമേറും നിരവധി യാഗങ്ങൾ ചെയ്തു. പ്രീതി തേടി യാഗം ചെയ്യും നാഭിരാജൻ തൻ്റെ മുന്നിൽ പ്രേമലോലൻ ഭഗവാനും ദർശനം നൽകി. സർവരൂപയാഗശാല മധ്യത്തിങ്കൽ നിന്ന നിന്നെ സർവമുനി ജനതതി സ്തുതിച്ചിടവേ. നാഭി തൻ്റെ പുത്രനായി സ്വയം അവതാരം ചെയ്യും നാരായണൻ വരം നൽകി തീയിൽ മറഞ്ഞു. മേഘവർണ്ണ അവിടുന്നു നാഭിയുടെ പത്നിയായ മേരുദേവി ഗർഭത്തിങ്കൽ ഋഷഭനായി. അസാധാരണമായുള്ള ഗുണപ്രഭാവങ്ങളോടെ അനന്തരം അവിടുന്നു അവതരിച്ചു. ലോകത്രയം ഭരിക്കുന്ന നിന്തിരുവടി തൻ മുന്നിൽ രാജഭാരം സമർപ്പിച്ചു നാഭിരാജനും. മേരുദേവിക്കൊപ്പം തപോവനത്തിങ്കലെത്തിച്ചേർന്നു മേഘവർണ്ണ സേവ ചെയ്തു മോക്ഷം പ്രാപിച്ചു. അസുലഭ ഗുണനിധേ അസൂയാലുവായി ഇന്ദ്രൻ അജനാഭ വർഷത്തിങ്കൽ മഴ പെയ്തില്ല. അനുപമയോഗ ബലശക്തിയാലെ ഋഷഭനും ആശ്ചര്യമേകുന്ന വിധം മഴ പെയ്യിച്ചു. ഇന്ദ്രഗർഭം ശമിച്ചല്ലോ സുന്ദരിയാം ജയന്തിയെ ഇന്ദ്രൻ നൽകിയ വിടുത്തെ വാമഭാഗമായി. ജയന്തിയിൽ ഋഷഭനു 100 പുത്രന്മാരുണ്ടായി. ജ്യേഷ്ഠനാകും ഭരതനോ രാജാവുമായി. 9 പുത്രന്മാർ യോഗി ശ്രേഷ്ഠന്മാരായിട്ടു മാറി. 9 പേർ ഭാരതത്തെ പരിപാലിച്ചു. ബാക്കിയുള്ള പുത്രന്മാരോ അത്യത്ഭുതമായിടുന്ന തപശക്തി കൊണ്ടു ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചു. മുനി പുങ്കവന്മാരുടെ മധ്യത്തിങ്കൽ വച്ചു ഭവാൻ മുക്തിമാർഗം പുത്രന്മാർക്കു ഉപദേശിച്ചു. പരമഹംസന്മാരുടെ വൃത്തിയെയും സ്വീകരിച്ചു. വിവിധമാം പ്രവൃത്തികൾ അനുഷ്ഠിച്ചല്ലോ. അന്യജനതതിക്കു ബ്രഹ്മോപദേശത്തെയും നൽകി ബ്രഹ്മഭാവം പ്രാപിച്ചല്ലോ ശ്രീ ഭഗവാനും. രാഗദ്വേഷ വികാരങ്ങൾ അന്യമായി ആത്മാനന്ദ നിർവൃതിയില്ല വിടുന്നു ധരണി ചുറ്റി. വിവിധ ജന്തുജാലത്തിൻ്റെ ജീവിതത്തെ അനുഷ്ഠിച്ചു വിശ്വദേവൻ പരബ്രഹ്മസ്വരൂപനായി. കുടകു പർവ്വതത്തിങ്കൽ കാട്ടുതീയിൽ ദഗ്ധനായി. മുകുന്ദ നീ എൻ്റെ ദുഃഖം അകറ്റിടണേ. നാരായണ 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 ഗുരുവാദേശ.